അരിഞ്ഞാണമൂരിയിടൂ, അമ്മയുടെ അനുഗ്രഹം ചൂടോടെ വാങ്ങൂ. തെണ്ടൽ രാജ 2025 മത്സരം കടുക്കുന്നു. അതേ സുഹൃത്തുക്കളെ, തെണ്ടൽ രാജ 2025 പട്ടത്തിനായുള്ള മത്സരം കടുക്കുകയാണ്. സഭകൾ സ്ഥാപിക്കാത്ത, പള്ളികൾ പണിയാത്ത, ക്രിസ്തു മതം സ്ഥാപിക്കാത്ത, കൂദാശകൾ ഉണ്ടാക്കാത്ത, പൗരോഹിത്യ വേഷധാരികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ പല പല പൈശാചിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി സ്വർഗരാജ്യത്തിന്റെ പേരിൽ വിശ്വാസികളെ വെറും മുണ്ണക്കുഞ്ഞാടുകളാക്കി ചൂഷണത്തിനിരകളാക്കുന്ന ആത്മീയ കുറുവാ സംഘങ്ങളുടെ തീവട്ടിക്കൊള്ളയിൽ മനസ്സുമെടുത്ത വിശ്വാസി സമൂഹത്തിന്റെ ആവശ്യപ്രകാരമാണ് i2 ന്യൂസ് തെണ്ടൽ രാജ 2025 എന്ന മത്സരം ആരംഭിച്ചത്. ഈ മത്സരത്തിൽ ഇന്ന് മത്സരാർത്ഥിയായി എത്തുന്നത് കത്തോലിക്ക സഭയിലെ ഒരു പാതിരിയാണ്. ഇയാളുടെ പേര് ഞങ്ങൾ കൊടുക്കുന്നില്ല, ലോഹയുടെ നമ്പറാണ് നൽകുന്നത്. നമ്പർ 9 അഥവാ 9. പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ വണ്ടി വിളിച്ച് ചെന്ന് തേടിപ്പിടിച്ച് ചെന്ന് കൈവപ്പ് ശുശ്രൂഷ നടത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സരാർത്ഥികളുടെ സുരക്ഷ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇനി കുർബാന മധ്യേ ലോഹ നമ്പർ 9 വിശുദ്ധ തെണ്ടൽ നമുക്ക് കാണാം. കാടിച്ച് പിടിച്ചിരുന്ന് കാണുക. ഇപ്പോൾ വെള്ളിഫലകത്തിൽ പേരുകൾ ചേർത്തിട്ടുള്ളവർ തങ്ങളുടെ പേരുകൾ സ്വർണ ഫലകത്തിലേക്കും സ്വർണ ഫലകത്തിൽ പേരുകൾ ചേർത്തിട്ടുള്ളവർ പ്രത്യേക ഫലകത്തിലേക്കും പേരുകൾ ചേർക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. തങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, കുട്ടികൾ, മാതാപിതാക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കായി പ്രത്യേക ഫലകങ്ങളിൽ പേര് ആലേഖനം ചെയ്ത് ഹാളിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ വയ്ക്കുന്നതായാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചവരോടുള്ള നന്ദിയും ആദരവും ആയിരിക്കും. കൂടുതൽ പേർ സഹ സ്പോൺസർമാരായി കടന്നു വന്നാൽ അതും സഭയോടും നമ്മുടെ സമുദായത്തോടും വരും തലമുറയോടുമുള്ള കരുതലാകും. നമ്മൾ മൺമറഞ്ഞു പോയാലും നമ്മൾ ചെയ്ത നന്മകൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനുള്ള പ്രേരണയും ആയിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗഡു കൂടി തന്ന് സഹായിക്കുമല്ലോ. എങ്കിൽ മാത്രമേ പണികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. 5000 തന്നവർ വിഹിതം 10000 ആക്കുക. 10000 തന്നവർ വിഹിതം 20000 ആക്കുക. 25000 തന്നവർ വിഹിതം 50000 ആക്കുക. 50000 തന്നവർ വിഹിതം 1,00,000 ആക്കുക. ഇങ്ങനെ തുക ലഭിക്കുകയാണെങ്കിൽ ഹോള് പണി കഴിഞ്ഞ് തീർച്ചയായും തുക മിച്ചം വരിക തന്നെ ചെയ്യും. മിച്ചം വരുന്ന തുകയ്ക്ക് പള്ളിയുടെ മുറ്റം ടൈൽസ് പാകി വൃത്തിയും ബലവുമുള്ളതാക്കി മാറ്റാം. അതുവഴി വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും കോളേജിൽ ക്ലാസ്സുള്ള സമയങ്ങളിൽ പള്ളിമുറ്റത്ത് പാർക്ക് ചെയ്യുവാൻ സാധിക്കും. ജനക്കൂട്ടത്തിൽ നിന്നും ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഈശോ ആശീർവദിച്ച് വിളമ്പിയപ്പോൾ ജനക്കൂട്ടം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ ആയിരുന്നു എന്ന് നാം വായിച്ച് ഹൃദയസ്ഥമാക്കിയിട്ടുള്ളതാണല്ലോ. അതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഹോള് പണി കഴിഞ്ഞ് തുക മിച്ചം വരുന്നതായാൽ മാത്രമേ നാം ഈശോയുടെ അനുയായികളായി തീരുകയുള്ളൂ. ഈ ഉദ്ദേശം മുൻനിർത്തി നമ്മുടെ ഇടവകയിലെ മാതൃവേദിയും യുവദീപ്തിയും വിൻസെൻ്റ് പോൾ വനിതാ വിഭാഗം മത അധ്യാപകർ കൂടി നടത്തുന്ന വിജ്ഞാന മാതാവിനൊരു പവൻ സമ്മാന പദ്ധതി ഉണ്ട്. സാമ്പത്തിക ഞെരുക്കം കാരണമാണ് അമ്മയ്ക്ക് കിട്ടിയ സമ്മാനമാല വിറ്റഴിക്കുവാൻ തുനിയുന്നത്. ഇതിൽ എല്ലാ സ്ത്രീകളും, അമ്മമാർ, യുവതികൾ, പെൺകുട്ടികൾ, പെൺകുഞ്ഞുങ്ങൾ,
മുതലായ എല്ലാവരും പങ്കുചേരണം. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾ, ഉപകാരികൾ, നിങ്ങൾക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ളവർ, സ്ത്രീജനങ്ങളെയൊക്കെ ഇതിൽ പങ്കാളികൾ ആക്കണം. ഇത് സ്ത്രീകളുടെ, വീട്ടമ്മമാരുടെ ശക്തിപ്രകടനമായി മാറണം. വീടുകളും സമൂഹവും നിയന്ത്രിക്കപ്പെടുന്നത് അമ്മമാരുടെ കരുത്തുള്ള കരങ്ങളാലാണെന്ന് എല്ലാവരും അറിയട്ടെ. കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മ വഴിയാണല്ലോ ആ കുടുംബം വലിയ അപമാനത്തിൽ നിന്ന് കരകയറിയത്. അമ്മമാരുടെ ഈ യജ്ഞത്തിൽ തങ്ങളുടെ ഇടവക മധ്യസ്ഥ വിജ്ഞാനമാതാവും കൂടെയുണ്ടാകും എന്നുള്ളത് ഒരു ഉറപ്പാണ്. ഈ വിശുദ്ധ തെണ്ടൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ അവാർഡ് കൊടുക്കേണ്ടുന്നത് ഈ പാതിരിമാർക്കല്ല, മറിച്ച് ആത്മസംയമനത്തോടെ ഇതെല്ലാം കേട്ട് കയ്യും കൂപ്പിപ്പിടിച്ച് കുഞ്ഞു നിൽക്കുന്ന, ഇനി വീട്ടിൽ എന്നെ കൊണ്ട് പറിച്ചുകൊണ്ട് കാണിക്കവഞ്ചിയിലിടാൻ എന്നോർത്ത് നിൽക്കുന്ന ആ മുണ്ണക്കുഞ്ഞാടുകൾക്കാണ് എന്ന് തോന്നിപ്പോകുന്നു. ഡേയ് പാതിരി, ചത്തുപോയ നിന്റെയൊക്കെ അപ്പൻ്റെയോ അമ്മയുടെയോ പേര് ഒരു ഫലകമാക്കി വലിപ്പത്തിൽ ആദ്യം നിന്റെയൊക്കെ നെഞ്ചത്ത് കെട്ടിവെക്കൂ എന്ന് പറയുവാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ മുണ്ണക്കുഞ്ഞാടും ആ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യസനസമേതം അറിയിച്ചു കൊള്ളട്ടെ. ഈ പൂച്ചാണ്ടി മോന്മാരോട് പറയുവാനുള്ളത്, നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും തെണ്ടിക്കോളൂ, പക്ഷെ അതിനിടയ്ക്ക് എന്തിനാണടാ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ കൂടി തിരികെ കയറ്റുന്നത്? അഞ്ചപ്പം കൊണ്ട് കർത്താവ് 5000 മോഷിപ്പിച്ചതും കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം പിഞ്ഞാക്കിയതും ഒക്കെ എടുത്ത് നൈസായി ഉദാഹരിച്ചത് കണ്ടോ? പൂച്ചാണ്ടി മോന്മാരുടെ തെണ്ടലിന്റെ ആ ട്യൂണും ടോണും ഒക്കെ കണ്ടോ? കുടുംബവുമില്ല, കുട്ടികളുമില്ല, കുടുംബത്തോടോ സമൂഹത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ വെറുതെ കാള കളിച്ച് നടക്കുന്ന പാതിരി പാമ്പുകളെ, നിനക്കൊക്കെ പണത്തിന് എന്താടാ ഇത്ര ആർത്തി? നാട്ടുകാരെ വലിപ്പിച്ച് തിന്ന് ജീവിതശൈലീ രോഗങ്ങൾ വന്ന് നിന്റെയൊക്കെ കിഡ്നി അടിച്ചു പോകുന്നതിന് മുമ്പ് അതിൽ ഒരെണ്ണം ചെത്തി ആവശ്യക്കാരന് കൊടുത്ത് കാശ് മേടിച്ചാൽ നിന്റെയൊക്കെ വട്ടച്ചെലവിലുള്ള കാശാകില്ലേ? കിട്ടുന്നവനും ഒരു പുണ്യമാകുകയും ചെയ്യും. നീയൊക്കെയല്ലേ കുർബാനയെ വെറും തെണ്ടൽ കുർബാന ആക്കിക്കളഞ്ഞത്. അപ്പോൾ വിശ്വാസികളെ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മത്സരം അവസാനിക്കുവാൻ. അതിനു മുമ്പായി വേറെ ഏതെങ്കിലും പൂച്ചാണ്ടികളുടെ തെണ്ടൽ പെർഫോമൻസ് നിങ്ങൾക്ക് അയക്കുവാനുണ്ടെങ്കിൽ എത്രയും വേഗം ഞങ്ങൾക്ക് അയച്ചു തരിക. നിലയിൽ കുർവാസനൻ ജോസഫും അവൻ്റെ കുർവാസന കുഞ്ഞമ്മയുമാണ് മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എൻട്രികൾ വേഗമായിക്കോട്ടെ. പൂച്ചാണ്ടികളെ, നിങ്ങൾക്കുമാകാം തെണ്ടൽ രാജ. ഈ മത്സരത്തിൽ റെക്കമെൻഡേഷൻ ഇല്ല, പക്ഷപാതമില്ല. പൂച്ചാണ്ടികളുടെ തെണ്ടൽ പെർഫോമൻസിനെ മാത്രം ആശ്രയിച്ചാണ് വിജയികളെ നിർണയിക്കുന്നത്. പൗരോഹിത്യ സഭയെന്നോ പ്രൊട്ടസ്റ്റന്റ് സഭയെന്നോ പാതിരിയെന്നോ പാച്ചറെന്നോ വ്യത്യാസമില്ല. ഏത് മോന്മാർക്കും ഈ അളിഞ്ഞ മത്സരത്തിൽ പങ്കെടുക്കാം. വിജയിയെ കാത്തിരിക്കുന്നത് മറിയക്കുട്ടിയുടെ കറുത്ത കറിച്ചട്ടി. വിശ്വവിഖ്യാതമായ ആ ചട്ടിക്ക് വേണ്ടിയുള്ള വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തെണ്ടൽ രാജ 2025 ആരാകും? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.